സാധാരണ ആളുകൾ നമ്മളിങ്ങനെ ലൈഫിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഓരോ കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ ഒരു നല്ലൊരു ശതമാനം ഓർമ്മകളെയും നല്ലൊരു ശതമാനം എന്താ പറയുക ആളുകളെയും ലൈഫിൽ നിന്ന് മാറ്റി വെക്കപ്പെടുന്ന പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെ പറയുക എന്ന് വെച്ചാൽ വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമായിരിക്കും ആ ഒരു വ്യക്തിയുടെ കൂടെ എപ്പോഴും നല്ലൊരു സമയം വരെ നമ്മളെ കൂടെ ഉണ്ടാവുന്നത്. അപ്പം ഇങ്ങനെ ഈ ആളുകളെ മാറ്റിവെക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഓർമ്മകളെ തൽക്കാലം മാറ്റിവെക്കപ്പെടുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തെ പലപ്പോഴും ആളുകൾക്ക് മെച്യൂർഡ് ആയി വന്നിരിക്കുകയാണ് ആളുകൾ മീൻസ് ആ വ്യക്തിക്ക് മെച്യൂരിറ്റി വന്നിരിക്കുന്നു എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ പറയാനൊരു കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് നമ്മൾ പുതിയതായിട്ടുള്ള ഒരു ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നന്നായിട്ട് സംസാരിക്കും. പക്ഷെ നമ്മളിവിടെ പഴയ ആയിട്ടുള്ള ആളുകളെ അടുത്ത് ചെല്ലുന്ന സമയത്ത് പലപ്പോഴും ആളുകൾക്ക് അധികം സംസാരം കമ്പാരിറ്റീവ്ലി കുറയും. അവരുടെ ഒരു ആളുകളായിട്ടുള്ള ഇൻട്രാക്ഷൻ വെറും ചിരികളിലൂടെയും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മറുപടികളിലൂടെ മാത്രം പലപ്പോഴും ഒതുങ്ങി കൂടാറുണ്ട്. അത് ഒരാളുടെയും അത് ഒരു പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമല്ല. അതങ്ങനെയാണ് മനുഷ്യനെന്ന് പറഞ്ഞാൽ അങ്ങനെ. പക്ഷെ അങ്ങനെ അല്ലാത്ത ആളുകളുണ്ട് കേട്ടോ. വളരെ ആക്റ്റീവായിട്ട് എപ്പോഴും എല്ലാവരും ഒരുപോലെ പെരുമാറുന്ന ആളുകളുണ്ട്. ഞാൻ ചെറിയൊരു ശതമാനം ആളുകളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇവനെന്തിനാ ഇപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നുള്ളത്. അപ്പോൾ ചില സമയത്തെങ്കിലും നമ്മളെ കൂടി ഉള്ള ഒരു സമയത്ത് കൂടി ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും തോന്നും, അവിടെ ഇവനെന്താ ഇപ്പോൾ പഴയ പോലെ ഒന്നും സംസാരിക്കാത്തത്, അല്ലെങ്കിൽ ജസ്റ്റ് നല്ല രീതിയിൽ തമാശയൊക്കെ പറയുന്ന ആളാണെങ്കിൽ ഇവനെന്താ പഴയ പോലെ അങ്ങനെ സംസാരിക്കാത്തതെന്നൊക്കെ തോന്നും. അത് ഒന്നും കൊണ്ടല്ല, അതിന് നമ്മൾ മെച്യൂരിറ്റി എന്ന് വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല. പലപ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അവർക്കത് പലപ്പോഴും പഴയ ഒരു മിങ്കിളിങ്, അവരുടെ ഉള്ളിലുള്ള ഒരു സ്നേഹം സൗഹൃദം പലപ്പോഴും അതുപോലെ തന്നെ മുമ്പുണ്ടായ അതുപോലെ തന്നെ ഉണ്ടാവും. പക്ഷെ അവർക്ക് അത് പ്രകടിപ്പിക്കാനുള്ള വാക്കുകൾ കിട്ടുന്നുണ്ടാവില്ല. ഓക്കെ, അതാണ് ചിലപ്പോൾ അതിനെ മെച്യൂരിറ്റി എന്നാണ് പറയുന്നതെങ്കിൽ അവൻ മെച്യൂരിറ്റി ആയിട്ടുണ്ട്. താങ്ക് യു.